Hello guys, welcome to Married Family Diaries. Moments, memories, yeah. Married Family Diary. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രഗ്നൻസി ജേണിയാണ്. പ്രഗ്നൻസി ജേണി എന്ന് വെച്ചാൽ മൊത്തത്തിൽ തുടക്കം മുതലുള്ളതൊന്നും കാണത്തില്ല, എങ്കിലും പറ്റുന്ന പോലൊക്കെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ പോർട്രേറ്റ് മോഡിലായിരിക്കും കേട്ടോ, എല്ലാം മറ്റേ ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കണമെന്നില്ല. അപ്പം എല്ലാം കൂടെ മിക്സപ്പായിട്ടുള്ളൊരു സംഭവമായിരിക്കും. എന്തായാലും ഇടാം. കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാം കൂടെ മിക്സപ്പായിട്ട് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞു മാലാഖ, ഞങ്ങളുടെ ഇവാനക്കുട്ടിക്ക്, ഞങ്ങളുടെ റോസാക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. Video is for our princess. ഹലോ ഗൈസ്. ഓക്കെ, സോ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞു മാലാഖയുടെ ഒരു ജേണിയാണ് കേട്ടോ. അവൾ എൻ്റെ വയറ്റിൽ വന്ന ടൈം മുതൽ ഇപ്പം എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ വന്ന ഈ സമയം വരെ ഉള്ളൊരു ജേണിയാണ് ഇപ്പം ഞാനിതിൽ പറയാൻ പോകുന്നത്. ഞാൻ തന്നെയായിരിക്കും ഈ വ്ളോഗ് മൊത്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ തന്നെ പറയുന്നതാണ് എൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. സോ സെപ്റ്റംബർ 13, 2025 ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്നത്. ഓക്കെ, അപ്പം സെപ്റ്റംബർ 9-നോ 10-നോ അങ്ങോട്ട് തന്നെ ഞാനിവിടെ വീട്ടിൽ വന്നായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്. ഓണത്തിൻ്റെ സമയമായിരുന്നല്ലോ, അപ്പോൾ ഓണം സമയമായതുകൊണ്ട് ഇങ്ങോട്ട് ഓണം ആഘോഷിക്കാനായിട്ട് ഇവിടെ വന്നു. ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് കളിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെപ്റ്റംബർ 13 സമയത്തൊക്കെ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ കിറ്റ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പോസിറ്റീവ്. സോ ഭയങ്കര സന്തോഷമായിരുന്നു, നല്ല സന്തോഷമുണ്ടായിരുന്നു. സന്തോഷവും ഒരു കൺഫ്യൂഷനും ഇനി എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം സന്തോഷം മാത്രമൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ഒരു മിക്സ് ഇമോഷൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി എന്ന് അറിയുന്നു, വീട്ടിലെല്ലാവരോടും ഞാൻ അറിയിക്കുന്നു, എല്ലാവർക്കും സർപ്രൈസായിട്ട് ഞാൻ ഈ സാധനം കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ റിയാക്ഷൻ, അവരുടെയൊക്കെ സന്തോഷം, ഹാപ്പിനെസ്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യാനായിട്ട്. ഹോസ്പിറ്റലിൽ പോയി കൺഫേമായി. പിന്നെന്താണ്, കുഞ്ഞുവാ ഇവിടെ തൊട്ടിൽ കിടപ്പുണ്ടാകും. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്, ഇവിടെ തൊട്ടിൽ കിടപ്പുണ്ട് ആൾ. ഓക്കെ, സോ ഓക്കെ, അപ്പം ഹോസ്പിറ്റലിൽ പോയി കൺഫേമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് ജസ്റ്റ് വീക്സ് മാത്രമായിട്ടുള്ളായിരുന്നു കേട്ടോ കുഞ്ഞ്. പിന്നെ കുറേ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സൂക്ഷിച്ച് ഒരു ആദ്യത്തെ സ്കാനിങ്ങിന് പോയി. അങ്ങനെ എല്ലാ പരിപാടികളും. അപ്പം അത് കഴിഞ്ഞിട്ടൊരു 3rd സ്കാനിങ് മുതൽ, അതായത് എൻ ഡി സ്കാൻ മുതൽ ഞങ്ങൾ തിരുവല്ല പുഷ്പഗിരിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടുത്തെ എന്നെ നോക്കി എൻ്റെ ഡോക്ടർ ദിവ്യ ലൂയിസ്, നല്ല ഡോക്ടറായിരുന്നു കേട്ടോ, നല്ല ഡോക്ടറായിരുന്നു. എല്ലാം നല്ല കെയറും കാര്യങ്ങളൊക്കെ തന്ന് നല്ല രീതിക്കെല്ലാം പറഞ്ഞു തന്ന് നല്ല കെയറായിരുന്നു പുള്ളിക്കാരി. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയ ടൈമിലെയും പിന്നെ കുറച്ച് ക്ലിപ്സൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. കുറേയൊക്കെ ഞാൻ ഒരു ലാസ്റ്റ് 9th മന്തിൻ്റെ അവസാനത്തെ സ്കാനിങ്ങിന് പോയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ അങ്ങനത്തെ കുറച്ച് വീഡിയോസും പിന്നെന്താ പറയുക, എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഞാൻ എന്താ പറയുക, ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ ഒരു 7th മന്ത് കഴിഞ്ഞ് ഇവിടെ തിരിച്ച് പിന്നെയും വന്നല്ലോ.
3 മാസം കഴിഞ്ഞ് തിരിച്ച് പിന്നെ അങ്ങോട്ട് പോയി ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട്. പിന്നെ 7-ാം മാസം പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ ലാസ്റ്റ് 3 മാസം ഉള്ള ഒരു ജേണി ഉണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക, അപ്പോഴത്തേക്കും നമുക്ക് വയറൊക്കെ ഒന്ന് കുറേ ആയി, ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ കുഞ്ഞ് കിടന്നിങ്ങനെ ചവിട്ടുന്നതും അനങ്ങുന്നതൊക്കെ ഫീലിങ്സ് നമുക്ക് വന്നു തുടങ്ങി. ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവൾ വയറ്റിൽ കിടക്കുമ്പം നമ്മൾ നോക്കി, അതെല്ലാവരും എല്ലാ അമ്മമാർക്കും ഉള്ളൊരു ഇതായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞ് കിടന്ന് അനങ്ങും, പക്ഷെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് അനങ്ങത്തില്ല. അതെങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കുഞ്ഞ് അനങ്ങത്തില്ല. വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. സോ അതൊക്കെ ഇവൾക്കും ഉണ്ടായിരുന്ന സ്വഭാവങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ചിരുന്നു. എനിക്കൊന്ന് ഞാൻ ലാസ്റ്റ് മെയ് 10-ാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് ഡാൻസ് കളിച്ചത് കേട്ടോ. മെയ് 10-ാം തീയതി ഞാൻ ഡാൻസ് കളിച്ചിരുന്നു. ഞാൻ കളിച്ച കുറച്ച് ഡാൻസിൻ്റെ സംഭവം ഇടാം കേട്ടോ, എല്ലാം കൂടെ അതിനകത്തിടാം. അങ്ങനെ മെയ് 10-ാം തീയതി തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ. കാരണം എനിക്ക് മെയ് 12-ാം തീയതി PV ചെയ്യാൻ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ചടപടയെന്നും പറഞ്ഞിട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുമല്ലോ. അതുകൊണ്ട് ആൾ നേരത്തെ ഇങ്ങ് വന്നു. പിന്നെ അന്ന് വന്ന ദിവസം ഞങ്ങൾ മോഹിനിയാട്ടം സിനിമ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കണ്ടല്ലോ. പിന്നെ ഇതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞുവാവ വരുന്നതിന് മുൻപായിട്ട്. അതായത് കുഞ്ഞുവാവ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഞാനും എൻ്റെ കെട്ടിയവനും ഞങ്ങൾ 3 പേരാകും. അപ്പം കുഞ്ഞുവാവ വരുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് ഒരു ഡേറ്റിങ്ങിന് പോകണം, ഒരു നൈറ്റ് ഔട്ട് പോകാം എന്ന് ഓർത്തിട്ട് എനിക്കൊന്ന് മെയ് 11-ാം തീയതി ആണെന്ന് തോന്നുന്നു. മെയ് 11-ാം തീയതി എങ്ങാണ്ട് ഞാനും എൻ്റെ കെട്ടിയവനും മാത്രമായിട്ടൊന്ന് ജസ്റ്റ് ഔട്ടിങ്ങിന് പോയി നൈറ്റ്. മെയ് 12-ാം തീയതി എനിക്ക് എൻ്റെ ഫസ്റ്റ് PV ചെയ്തു. മെയ് 12-ാം തീയതി ഞാൻ പോയിട്ട് PV ചെയ്തു. അന്നേരം ഞാനും അമ്മയും എൻ്റെ കെട്ടിയവനും അന്നക്കുട്ടിയും എല്ലാവരും കൂടെ ആയിട്ട് പോയത് കേട്ടോ PV ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ പോയി PV ഒക്കെ ചെയ്ത് അന്ന് എനിക്ക് 2 സെൻറ്റിമീറ്ററോളം ഡയലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഡോക്ടറിനെ തിരിച്ച് വീട്ടിൽ വിട്ടു. ഡോക്ടർ എന്നിട്ട് പറഞ്ഞത് 13-ന് വന്ന് അഡ്മിറ്റ് ആയിട്ട് 15-ന് എടുക്കാം എന്നായിരുന്നു പറഞ്ഞത് കേട്ടോ. അതായത് 14-ന് ട്യൂബ് ഇട്ടിട്ട് 15-ന് കുഞ്ഞിനെ നമുക്ക് ഡെലിവറി ആക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 12-ന് അന്ന് PV ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ വന്നു. അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു. വന്നും പോയി നിൽക്കുന്ന കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. വലിയ രീതിക്കല്ല, എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വേദന സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ഞാൻ കുഴപ്പമില്ല നോക്കോർത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇപ്പോൾ തന്നെ ആശുപത്രിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 12-ന് നൈറ്റ് ഒരു 8:30 ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് പോയി ആശുപത്രിയിലോട്ട് പോയി. 8:30 ആകുമ്പോൾ അവിടെ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. 8:30 നമ്മളവിടെ എത്തി. പോയി വീണ്ടും ഒന്നൊരു PV ചെയ്തു. അപ്പോഴും സെയിം 2 സെൻറ്റിമീറ്റർ തന്നെ ഡയലറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ വീട്ടിൽ പോകേണ്ട, ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂം. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ റൂമിൽ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു. റൂം എടുത്തിട്ടും ഞങ്ങൾ റോബു ആണെങ്കിൽ മറ്റേ സ്കിൻ കെയറിൻ്റെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കെയറിൻ്റെ സാധനം കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ റൂമിലിരുന്ന് സ്കിൻ കെയർ ചെയ്തു. സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഗൈസ് നിങ്ങൾ കണ്ടോ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രസവിക്കാൻ വന്നതാണ്. അപ്പോൾ ഇപ്പം റൂമിൽ ഞാനും എൻ്റെ ബൈസ്റ്റാൻഡറുടെ എൻ്റെ കെട്ടിയവനും കൂടെ കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി കിടന്നുറങ്ങാനൊക്കെ പോകട്ടോ. രാത്രി കുറേ ടൈമായി കിടന്നുറങ്ങാനൊക്കെ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു സ്കിൻ കെയർ അറ്റ് ഹോസ്പിറ്റൽ നമ്മൾ ചെയ്യാൻ പോവാണ്. ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, സ്കിൻ കെയർ സാധനങ്ങളൊക്കെ VLCCയുടെ സാധനം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വെച്ച് ചെയ്യട്ടെ. ആദ്യമായിട്ട് ലേബറും പ്രസവിക്കാൻ വന്നിട്ട് സ്കിൻ കെയറും ഇതാണ് മാതാറ് പറഞ്ഞ എൻജോയ് ചെയ്യുന്ന പ്രസവം.
എൻജോയ് ചെയ്തു പോകാം. അയ്യോ വിചാരിക്കുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ട്, പിന്നെ വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പെയിനുണ്ട്. ഇപ്പം നല്ല പെയിനാണ് കേട്ടോ. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ സ്കിൻ കെയർ പരിപാടി കഴിഞ്ഞു. ഡെലിവറി റൂമിലെ കൊലവറി സ്കിൻ കെയർ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സ്കിൻ കെയർ എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയ ശേഷം ഞങ്ങൾ കിടന്നു. അപ്പോൾ തന്നെ സമയം ഒത്തിരി ആയിട്ടോ, സമയം ഒരു 2 മണി അടുപ്പിച്ചായി. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആ ഒരു വേദന അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാതെ മാറുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്കിൻ കെയർ ചെയ്യുകയും നിങ്ങൾ തമാശ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വന്നും പോയി നിൽക്കുന്നുണ്ട്. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിനാന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 2 മണി അടുക്കാറായ ടൈമൊക്കെ ആയപ്പോൾ നൈറ്റ് 2 മണി അടുക്കാറായ ടൈമൊക്കെ ആയപ്പോഴത്തേനും നല്ല പെയിനായി. അങ്ങനെ പെട്ടെന്ന് ലേബർ റൂമിലോട്ട് വിളിച്ചിട്ട് എന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ലേബർ റൂമിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ കമ്പാനിയൻ റൂമാണ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ കൂടെ ആർക്കെങ്കിലും നിൽക്കാം, ജസ്റ്റ് ഒന്ന് വന്ന് പോയൊക്കെ നിൽക്കുകയും കൂടെ ഒന്ന് വരികയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ കമ്പാനിയൻ റൂം എടുത്തു. അവിടെ കിടന്ന ടൈം മുതലേ എനിക്ക് ഭയങ്കര പെയിന്, വന്നും പോയുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത പെയിൻ, ഭയങ്കര പെയിൻ. ഫസ്റ്റ് ടൈമല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ അമ്മമാർക്കും അതറിയാം. സോ ആ പെയിനും എല്ലാം നമ്മളിങ്ങനെ സഹിച്ച്, പക്ഷേ നല്ല ഉറക്കം വരുന്നു, നല്ല ക്ഷീണമുണ്ട്. സോ പെയിൻ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുറങ്ങിപ്പോകും. പിന്നെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ തന്നെ പെയിൻ വരും. പിന്നെ അയ്യോ ചത്തയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ ഭാഗമായിരിക്കും. എന്നിട്ട് പിന്നെ എന്താണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും വേദന കുറയ്ക്കാനുള്ള മരുന്ന് തായോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. പിന്നെ എൻ്റെ മനസ്സിലുണ്ട് വേദന കുറയ്ക്കുന്ന മരുന്ന് ഞാൻ തായോ എന്നൊക്കെ പറഞ്ഞാലും അത് വേണ്ട, എന്തിനാ വെറുതെ. ചിലപ്പോൾ ഈ വേദന അങ്ങ് സഹിച്ചങ്ങ് കുഴപ്പമില്ല, ഓക്കെ ആകുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ എനിക്ക് ദൈവമേ എനിക്ക് കുറച്ച് സ്ട്രെങ്ത്തൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. കയ്യിൽ കൊന്തയൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ കൊന്തയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു റൂമിലോട്ട് കൊണ്ടുവരുത്തി. സെയിം റൂം തന്നെ, 2 സ്റ്റേജാട്ടോ, ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ നല്ല പെയിൻ കൂടി, ഭയങ്കര പെയിൻ കൂടി. അപ്പോൾ ലാസ്റ്റ് അവരെനിക്ക് മറ്റേ സപ്പോസിറ്ററൊക്കെ വെച്ച് അനിയമയൊക്കെ തന്ന് മോഷനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് ബെഡിൽ കിടന്ന്, അത് കഴിഞ്ഞിട്ട് ഭയങ്കര പെയിനൊക്കെ ആയപ്പം ഡോക്ടർമാർ പിന്നെയും വന്ന് PV ഒക്കെ ചെയ്ത്, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡയലറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു 9 സെൻറ്റിമീറ്ററോളം ഡയലറ്റായെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡയലറ്റൊക്കെ ആയി. പിന്നെ നല്ല പെയിൻ വരുമ്പോൾ പുഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നല്ല പെയിൻ വരുമ്പോൾ പുഷ് ചെയ്ത് കുഞ്ഞിൻ്റെ തല ഭാഗം ഇങ്ങനെ വന്നു എന്ന് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആ ബെഡ് തന്നെ ഉരുട്ടിക്കൊണ്ട് പോയി അപ്പുറത്തെ സ്റ്റേജിൽ കൊണ്ടെടുത്ത്, എൻ്റെ ലേബർ റൂമിൽ കൊണ്ടെടുത്ത്, ഈ ചെയ്യുന്ന ലേബർ റൂമിൽ കൊണ്ടെടുത്ത്. അപ്പോൾ അങ്ങോട്ട് കിടത്തുമ്പോൾ നമുക്കാരും നമ്മളെ കൂടെ കയറ്റത്തില്ല കേട്ടോ, ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ, അവിടെ ആരെയും കയറ്റുകയില്ല. അപ്പോൾ അതുവരെ നമ്മുടെ കൂടെ എൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരിലൊക്കെ മാരന്മാരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു, വന്ന് നോക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊരു വലിയ സ്ട്രെങ്ത് ആയിരുന്നു കേട്ടോ. അത് ഒരു വലിയൊരു കാര്യം കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലുകളിൽ എല്ലാ ഹോസ്പിറ്റലിലും ഈ ഒരു കാര്യം വേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു കമ്പാനിയൻ റൂമായിട്ടെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നല്ലതാണ്. പല ഹോസ്പിറ്റലിലും ഡെലിവറി ടൈമിൽ തന്നെ കൂടെ നിർത്തുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അത്രയും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കൂടെ നിൽക്കുക, സപ്പോർട്ടിന് കൂടെ നിൽക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്, സന്തോഷമാണ് അവർക്ക്. പിന്നെന്താ, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ലേബർ റൂമിൽ എനിക്ക് കോൺട്രാക്ഷൻ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു 5:45 അങ്ങോട്ടായെന്ന് തോന്നുന്നു. ലേബർ റൂമിൽ കയറ്റിയപ്പോഴത്തേനും ഒരു 6 മണി ആയിരിക്കും, കറക്റ്റ് ഓർമ്മയില്ല, 6 മണിയാന്ന് തോന്നുന്നു, 6:17 6 മണി അങ്ങോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ കോൺട്രാക്ഷൻ പിന്നെയും വരുന്നു വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കറക്റ്റ് ഭയങ്കര പെയിൻ വരുമ്പോൾ പുഷ് ചെയ്യണം. അങ്ങനെ ഭയങ്കര പെയിൻ, ഞാനിങ്ങനെ അലച്ച പോവുകയൊന്നുമില്ല, ജസ്റ്റ് ശ്വാസം വലിച്ചെടുത്ത് എന്ന് പറഞ്ഞ് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യും. അങ്ങനെ പുഷ് ചെയ്ത് എനിക്കൊന്ന് ഒരു 3rd പുഷിൽ ആൾ വന്നു. ഒരു 6:27 AM നമ്മുടെ മാലാഖ വന്നു. സത്യം പറഞ്ഞാൽ ആങ്കൊച്ചാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എൻ്റെ മൈൻഡിൽ പെങ്കൊച്ചാണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ ആങ്കൊച്ചാണെന്ന് പറഞ്ഞ് ഓക്കെ ശരി, ആങ്കൊച്ച് സന്തോഷം, എന്താണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ ഒരു ചിന്തയിലായിരുന്നു. പക്ഷേ ഇവൾ വന്നപ്പോഴത്തേനും എനിക്ക് കുഞ്ഞാണോ പെണ്ണാണോ പോലും എനിക്ക് ചോദിക്കണമെന്നുമില്ല. കുഞ്ഞ് വന്നല്ലോ, ഭാഗ്യം. ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ടാണ് പിന്നെ അവരാണ് എന്നോട് പറഞ്ഞത് ആങ്കൊച്ചാണോ മങ്കൊച്ചാണോ എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ആരോട് പറഞ്ഞു ആങ്കൊച്ചാടും. അപ്പോൾ തന്നെ ഓക്കെ ആങ്കൊച്ച്. പിന്നെ അല്ലല്ല പെങ്കൊച്ച എന്ന് പറഞ്ഞു. പെങ്കൊച്ച എന്ത്? അപ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ
പെങ്കൊച്ച. എന്നിട്ട് പിന്നെ എന്നെ കാണിച്ചു പെങ്കൊച്ചാട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഡൗട്ട്, പെങ്കൊച്ചാണോ? ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല, ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അതിപ്പോൾ ആൺകുട്ടിയാണ് പെൺകുട്ടികളിൽ സന്തോഷമായിരുന്നു. പക്ഷേ ആൺകൊച്ചാണെന്ന് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അന്നപ്പോൾ പെൺകുട്ടിയാണെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. പക്ഷേ പെങ്കൊച്ചാണ് എന്ന് പെങ്കൊച്ചാവും ഉറപ്പ് പറഞ്ഞത് എൻ്റെ കെട്ടിയവനും എൻ്റെ അന്നക്കുട്ടിയും കേട്ടോ, ടീച്ചറെ വെച്ച്. അന്നക്കുട്ടിയും അവർക്ക് കണ്ടത് ഭയങ്കര ഉറപ്പായിരുന്നു പെങ്കൊച്ചാണെന്നുള്ള രീതിയിലൊന്നും ഉറപ്പായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പെങ്കൊച്ചാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാളും കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും എൻ്റെ വയറിൻ്റെ ഷേപ്പ് കണ്ടിട്ടും മറ്റുമൊക്കെ എല്ലാവരും പറയുമായിരുന്നു ആൺകുട്ടിയാണെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പെങ്കൊച്ചാണ് വന്നതെന്ന് കണ്ടപ്പോഴത്തേന് ഭയങ്കര ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ വന്നു. സന്തോഷമായിരുന്നു. നല്ല തക്കട് മുണ്ട് കൊച്ച് കുഞ്ഞുമാവെ കിട്ടി. ദൈവത്തിൻ്റെ നന്ദി കർത്താവേ. പിന്നെ അവളെ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി. ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ കണ്ടു. അവർക്കങ്ങനെ സന്തോഷമായി, അവർ ഹാപ്പിയായിരുന്നു. അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് അന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാം ഓക്കെ ആയിട്ട് ഞങ്ങൾ റൂമിലോട്ട് മാറ്റി. അപ്പം എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് നിന്നതൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു കേട്ടോ. ആൾ നല്ല കെയറിങ് ആയിരുന്നു. പാവം എൻ്റെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം ആൾ A to Z എല്ലാ കാര്യങ്ങളും ആൾ നോക്കുന്നുണ്ടായിരുന്നു. അത്ര കെയറിങ് ആയിട്ട് ആളെല്ലാം ചെയ്തു. അത് തീർച്ചയായിട്ടും ഞാൻ മെൻഷൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത്രയും ഞാൻ ഒരുപാട് ലക്കിയാണ്. സോറി ഗൈസ്, ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് ഇമോഷണലായി പോകും, സോറി. പിന്നെന്താ, അപ്പോൾ എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് എനിക്കൊന്നൊരു 3 days ആയിട്ടോ ഞാൻ കിടന്നത്, ആശുപത്രി കിടന്നത്. അപ്പം 13th, 14th, 15th, 16th ഞങ്ങൾ ഡിസ്ചാർജായി. അപ്പം കുഞ്ഞ് NICയിലായിരുന്നു. എനിക്ക് തോന്നുന്നു 14th കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുന്നത്. 14th ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് കുഞ്ഞിനെ ഞങ്ങൾക്ക് റൂമിലോട്ട് കിട്ടിയായിരുന്നു കേട്ടോ. അതുവരെ കുഞ്ഞ് NICയിലായിരുന്നു. അവിടുത്തെ പ്രൊസീജിയർ അങ്ങനെയാണ്. NICയിൽ കുഞ്ഞുങ്ങളൊന്ന് NIC കിടത്തിയിട്ടാണ് ഇങ്ങോട്ട് നമുക്ക് തരത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടൊരു 24 hour ഒന്നൊരു ഒബ്സർവേഷന് വെക്കും അവർ. പിന്നെ എനിക്ക് ഷുഗറിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കുഞ്ഞിനെ അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആണ് എൻ്റെ ഇവിടെ ഫുൾ ടൈം ബൈസ്റ്റാൻഡറായിട്ട് നിന്നത് കേട്ടോ. പിന്നെ വിസിറ്റിംഗ് ടൈമായിട്ടൊക്കെ അമ്മയും ചേച്ചിയും കുഞ്ഞുങ്ങളൊക്കെ വരുമായിരുന്നു, ചേച്ചിയുടെ കൊച്ചുങ്ങളൊക്കെ വരുമായിരുന്നു റൂമിലോട്ട്, ഹോസ്പിറ്റലിലോട്ട്. അല്ലാതെ ഫുൾ നിന്നത് എൻ്റെ കെട്ടിയവനാണ്. പാവം ഫുള്ള് എന്ന് വെച്ചാൽ എൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ കാര്യങ്ങൾ എല്ലാ A to Z എല്ലാ കാര്യങ്ങളും ആൾ ഞങ്ങൾക്ക് ചെയ്തു തരുമായിരുന്നു. എനിക്ക് നല്ല സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഉണ്ടതാണ് എനിക്കറിയാം. അപ്പം സ്റ്റിച്ചിൻ്റെ പെയിൻ എനിക്ക് നല്ല രീതിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നടക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എല്ലാം എനിക്ക് ചെയ്തു തരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും ഒക്കെ ആളായിരുന്നു. 14th ആയപ്പോഴത്തേനും കുഞ്ഞാവ് ഞങ്ങൾക്ക് കിട്ടി. എന്താ പറയുക, ഞാൻ കുഞ്ഞാവ് വരുമ്പോഴത്തേനും കുഞ്ഞാവ് റൂമിലോട്ട് വരുമ്പോൾ എണീപ്പിക്കാനായിട്ടൊരു നല്ലൊരു റോംബർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഇവിടുന്നും പറഞ്ഞിട്ടൊരു ഒരു റോംബർ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടാണ് അവൾ വന്നത്. അപ്പോൾ എൻ്റെ ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ അവിടെ പോയി NIC പോയിട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ സ്റ്റിച്ചിൻ്റെ പെയിനുമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പം ഒത്തിരി വെയിറ്റ് നമുക്ക് താങ്ങി നടന്ന് വേണം വരാനായിട്ടൊക്കെ. മറ്റേ വീൽ ചെയറൊന്നും ഇല്ല. അപ്പോൾ നടന്നൊക്കെ വരാൻ ലിഫ്റ്റുണ്ട്, സ്റ്റെപ്പ് കയറണ്ട. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് റോബോ ആണ് എടുത്തു കേട്ടോ. റോബോവിന് ശരിക്കും പറഞ്ഞാൽ കൊച്ചുങ്ങൾ എടുക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ ആൾ അവിടെ പോയി എടുക്കാനൊക്കെ പഠിച്ചു. പിന്നെ ആൾ എന്താ പറയുക, പ്രൊഫഷണലായി. കുഞ്ഞുങ്ങളെ എടുക്കുന്ന കാര്യത്തിൽ, കൊച്ചിനെ എടുക്കുന്ന കാര്യത്തിൽ പ്രൊഫഷണലായി. ഒരു കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ടൊക്കെ എടുക്കും. എല്ലാ കാര്യങ്ങളും നോക്കും. ഡയപ്പറൊക്കെ മാറ്റുന്നു. അടിപൊളിയായിട്ട് എല്ലാം സൂപ്പറായി, എല്ലാം അടിപൊളിയായിട്ടെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു കുഞ്ഞുമായിട്ടുള്ളൊരു നൈറ്റ്, ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുക, കൊച്ചുമായിട്ടുള്ള ഫസ്റ്റ് നൈറ്റ്, അത് അടിപൊളിയായിരുന്നു. കൊച്ചിന് വലിയ അങ്ങനെ പ്രയാസമായിരിക്കും. രാത്രി മൊത്തം കിടന്ന് കരച്ചിലായിരിക്കും, ബഹളമായിരിക്കും. ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾ നല്ല അടിപൊളിയായിട്ട് നൈറ്റൊക്കെ നല്ലതായിട്ട് ഉറങ്ങി, കുഴപ്പമൊന്നുമില്ല. പാലൊക്കെ കുടിക്കുന്നുണ്ട്. നല്ല കൊച്ചായിരുന്നു, നല്ല പാവം കൊച്ചായിരുന്നു. വലിയ ബഹളമോ കരച്ചിലൊന്നും ഇല്ല. നല്ല കുഞ്ഞുമായ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പം കുറച്ച് കുറുമ്പത്തരം കൂടിയിട്ടുണ്ട്. എന്നാലും അന്നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾ ഭയങ്കര പാവമായിരുന്നു. അപ്പം അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുമാവയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ 16ാം തീയതി ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി ജേണിയും എൻ്റെയും എൻ്റെ കെട്ടിയവൻ്റെയും എൻ്റെ കുഞ്ഞുമാവയുടെയും ഞങ്ങളുടെ 3 പേരുടെയും ഒരു പ്രഗ്നൻസി ജേണി, കുഞ്ഞുമാവ വന്നത് എല്ലാം കൂടെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. വേറൊരു കാര്യം കൂടെ, അതായത് May 16th ഞങ്ങളവിടെ നിന്ന് ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്.
അപ്പം ഡിസ്ചാർജ് ആയതിന് ശേഷം വീട്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ റൂമിൽ അന്നക്കുട്ടിയും ഫ്രിഡ്ജും കൂടെ ഒക്കെ ചേർന്നിട്ട് ഞങ്ങൾക്കൊരു വെൽക്കം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു ഇവിടെ മുറിയൊക്കെ ഒന്ന് അലങ്കരിച്ച് ഒരു വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നായിരുന്നു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. ഓക്കെ, അപ്പം പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ കുറേ നോക്കി ഗാലറിയിലൊക്കെ, പക്ഷേ അത് കാണുന്നില്ല. എനിക്കതല്ല ഞാനത് കൂടെ ഇട്ടേനെ, വീഡിയോ ഇട്ടേനെ, പക്ഷേ അത് കാണുന്നില്ല, വീഡിയോ കാണുന്നില്ല. എൻ്റെ സ്റ്റോറേജൊക്കെ ഫുള്ളായി പോയപ്പോഴത്തേന് ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ആയ കൂട്ടത്തിൽ ആ വീഡിയോയും കൂടെ പോയി. അങ്ങനെ അത് പോയി, എന്നെ അതുകൊണ്ട് ഇട്ടേനെ കേട്ടോ. അപ്പം പണിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് ചെയ്തതുകൊണ്ട് ഇവിടെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, ഇവിടെ ബലൂണൊക്കെ തൂക്കി അങ്ങനെയൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു കുറച്ച് സംഭവം. എല്ലാവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർ ചെറിയൊരു വെൽക്കമൊക്കെ ഞങ്ങൾക്ക് തന്നായിരുന്നു. നല്ലതായിരുന്നു അല്ലേ ചക്കരെ? ചേച്ചി പെണ്ണിൻ്റെയും ചേട്ടൻ്റെയും കൂടെ അലങ്കാരങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, കുഞ്ഞു വാവ ഒന്ന് കരഞ്ഞു, നമ്മളിനി ഇട്ടു. അപ്പോൾ നമുക്കിനി പാലെടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളുടെ കുഞ്ഞു രാജകുമാരി, ഞങ്ങളുടെ റോശാക്കുട്ടി, അവർക്ക് പേരിട്ടേക്കുന്നത് ഇവാന എന്നാണ്. പിന്നെന്താ ഫുൾ നെയിമായിട്ട് ഒഫീഷ്യലായിട്ടൊക്കെ പറയുന്നത് മാമോദിസ സമയത്താണ് സാറിന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് നെയിമൊക്കെ നേരത്തെ വെളിപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ അവളുടെ പേര് ഞങ്ങളിട്ടേക്കുന്നത് ഇവാന എന്നാണ്. നമ്മൾ വീട്ടിൽ റോശാക്കുട്ടി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വാവയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ കൊടുത്തേ, ടാറ്റ. ഹലോ ഗൈസ്, അപ്പം കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും വീഡിയോ എടുത്തിങ്ങനെ ചെയ്തത്. കാരണം ഞാൻ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അടുത്ത് കുറച്ച് കാര്യമൊക്കെ ഒന്ന് ആഡ് ചെയ്യണം വരുന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം പിന്നെ ഒന്നുകൂടെ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഡെലിവറി May 13-നായിരുന്നു. അതായത് കുഞ്ഞുമാവയുടെ ബർത്ത്ഡേ May 13-നാണ്, എൻ്റെ ബർത്ത്ഡേ March 13-നാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു ബർത്ത് ഡേറ്റ് ട്വിൻസാണ് കേട്ടോ, ഒരുമിച്ചാണ് ഞങ്ങളുടെ 13-13 അപ്പോൾ ഈ 13 എന്നുള്ള നമ്പർ പൊതുവേ ഒരു അൺലക്കി നമ്പർ ആണെന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ. നമുക്കല്ല, ഈ പുറത്ത് ഇൻ്റർനാഷണൽ ഇതിലൊക്കെ നോക്കുമ്പോഴത്തേനും 13 അൺലക്കി നമ്പർ എന്നുള്ളൊരു സംഭവമുണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതിനെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ 13 ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. 13 എന്നുള്ള നമ്പർ നെഗറ്റീവ് നമ്പറാണല്ലോ, അൺലക്കി നമ്പറാണല്ലോ. അപ്പം പലതും എനിക്ക് അതുകൊണ്ടായിരിക്കും ഒന്നും കിട്ടാത്തത്, അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 12th PV ചെയ്ത് 12th കോൺട്രാക്ഷൻ പെയിനൊക്കെ വന്ന സമയം മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുഞ്ഞുവാവ എന്നീ 13th എങ്ങനെ ജനിക്കുമോ, ദൈവമേ അവൾക്കും അൺലക്കിയായി പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ദൈവത്തിന് നടത്തിപ്പ് എന്നുള്ള പോലെ കുഞ്ഞുവാവ 13th തന്നെ വന്നു. പക്ഷേ അവൾ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി കേട്ടോ. കാരണം ദൈവമായിട്ട് തന്നെയാണ് കുഞ്ഞുവാവേനെ 13-ാം തീയതി തന്നെ ഇങ്ങനെ തന്നത്. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക 15-ാം തീയതി 16-ാം തീയതി വരേണ്ട കുഞ്ഞാണിത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ദൈവത്തിൻ്റെ നടത്തിപ്പെന്ന പോലെ തന്നെ അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന്, ആ ഒരു നെഗറ്റീവ് ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയും കൂടെ തന്നെ ആയിരിക്കാം ദൈവം ഞങ്ങൾക്ക് കുഞ്ഞുവാവേനെ 13-ാം തീയതി തന്നെ ഇങ്ങോട്ട് തന്നത്. എന്തായാലും അവൾ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല, 13 എന്നുള്ള നമ്പറിൻ്റെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം നമ്മുടെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഇപ്പം എനിക്ക് അങ്ങനത്തെ ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. 13 നല്ല നമ്പർ, എല്ലാ നമ്പറും നല്ലത് തന്നെയാണ്. നമ്മുടെ ജീവിതം, രീതി, കാര്യങ്ങൾ അതൊക്കെയാണ് എല്ലാം തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ നമ്പർ ഭയങ്കര ലക്കായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വാവ എൻ്റെ വയറ്റിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസം September 13, പിന്നെ എൻ്റെ ബർത്ത്ഡേ March 13, പിന്നെ കുഞ്ഞുവാവ വന്നത് May 13. 13 എന്നുള്ള നമ്പർ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടും എന്താ പറയുക ഒരു സ്പാർക്ക് ഉണ്ടാക്കിയ ഒരു നമ്പറാണെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ പല 13കളും വന്ന് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വാവയുടെ കാര്യത്തിൽ തന്നെ പല 13 എന്നുള്ള നമ്പർ തന്നെ ഒരുപാട് പ്രാവശ്യം വന്നും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലക്കി നമ്പർ തന്നെയാണ് എൻ്റെ കാര്യത്തിൽ. വാവയ്ക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവളുടെ ഫ്യൂച്ചറിൽ അവൾക്ക് നല്ലൊരു എല്ലാം കൊണ്ടും ലക്കുള്ളൊരു കുഞ്ഞായി മാറട്ടെ തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്, വാവയുടെ ഫേസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഞാൻ വാട്സപ്പിലൊക്കെ ഫോട്ടോ ഇടുമ്പോഴൊക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുമ്പോഴൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വീഡിയോ പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് കൈയും കാലും ഒക്കെ കാണിക്കുന്നുള്ളൂ. ഫേസ് മൊത്തത്തിൽ റിവീൽ ചെയ്തിട്ടില്ല.
അപ്പം കുഞ്ഞല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ റിവീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുമാരുടെ ഫേസ് ഒരു 28-ന് ശേഷം റിവീൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം ഓർത്ത് മാമോദിസ കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാമെന്നാണ് ഓർത്തത്. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്താൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു 28-ന് ശേഷം. അപ്പോൾ ഇപ്പം വാവയ്ക്ക് അധികം നമുക്ക് ഒത്തിരി എന്താ പറയുക ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 28 കഴിയുമ്പോഴത്തേനും കുഞ്ഞിനെ നമുക്കൊന്ന് ഡ്രസ്സിങ്ങൊക്കെ കുറച്ച് സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അത് കഴിയുമ്പോഴത്തേനും ഒന്ന് അടിപൊളിയായിട്ടൊക്കെ ഒന്ന് ഒരു ഫോട്ടോ ഷൂട്ട് പോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. നടന്ന് കിട്ടിയാൽ അടിപൊളിയായിട്ട് നമുക്ക് ഫേസൊക്കെ റിവീൽ ചെയ്ത് സെറ്റാക്കിയൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വാവൻ്റെ വയറ്റിൽ വന്ന സമയം മുതലുള്ള ഇപ്പം വാവൻ്റെ കയ്യിലോട്ട് കിട്ടിയ ടൈം വരെയുള്ള ഈ ഒരു ജേണി ആണ് ഞാനിപ്പോൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞത്. ഈ വീഡിയോ തന്നെ ഞാൻ ഒരു 2-3 ദിവസമായിട്ട് ഈ വീഡിയോയുടെ പുറകിലാണ് കേട്ടോ. ഈ വീഡിയോയുടെ ഷൂട്ടിങ്ങിന് ഇങ്ങനെ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അറിയാമല്ലോ, കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ള തിരക്കാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്ന കാര്യമ്പോൾ ആർക്കും അറിയത്തില്ല. ഒരു സർപ്രൈസ് ആയിരിക്കും ഇത് ഇടുമ്പോഴത്തേനും. ബോറാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ എൻ്റെ മോന്തനോണ്ടിരിക്കുന്നു. ബോറാവുമെന്ന് അറിയത്തില്ല. പക്ഷേ ആർക്കും ബോറടിക്കാതെയാണ് സംസാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ കൂട്ടി ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് ആളിപ്പം അവിടെ വീട്ടിലാണ്, ആളുടെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കായിട്ടൊക്കെ ഇരിക്കുകയാണ്, ജോലി തിരക്കായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വന്നാൽ തന്നെ ഇതിനുള്ള സമയം കിട്ടണമെന്നില്ല ഈ വീഡിയോ എടുക്കാനായിട്ടൊന്നും. അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങ് പറയുന്നത് കേട്ടോ. അപ്പം ആളും നല്ല സപ്പോർട്ടാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിലും ഡെലിവറി ടൈമിലും. അത് കഴിഞ്ഞ് കുഞ്ഞുവാവ വന്നതിന് ശേഷമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്കും കുഞ്ഞുവാവയ്ക്കും എല്ലാം നല്ലൊരു ഇതായിരുന്നു. കുഞ്ഞുവാവയ്ക്ക് നല്ലൊരു പപ്പയായിട്ടും എനിക്ക് നല്ലൊരു പാർട്ട്ണറായിട്ടും നല്ല ഹസ്ബൻഡായിട്ടും ഒക്കെ എൻ്റെ കൂടെ എപ്പോഴും, ഞങ്ങളുടെ കൂടെ എപ്പോഴും എൻ്റെ റോബു എൻ്റെ കിട്ടിയവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും കുഞ്ഞുവാവയുടെ ഇതുവരെയുള്ള ജേണി, എൻ്റെ വയറ്റിൽ വന്ന സമയം മുതൽ കയ്യിലോട്ട് കിട്ടിയ ടൈം വരെയുള്ളൊരു ജേണിയാണ് ഇപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷനുണ്ട്. കാരണം കുഞ്ഞുവാവ വന്നു, ഇനിയും അവൾക്ക് നല്ലൊരു അപ്പനും അമ്മയും ആക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ, അവൾക്ക് നല്ല ഒരു എന്താ പറയുക നല്ലൊരു സ്പേസ് ഒരുക്കി കൊടുക്കാൻ പറ്റുമോ, എന്നിട്ടുള്ള നോക്കാൻ പറ്റുമോ, എന്തെങ്കിലും കുറവ് ഉണ്ടാകുമ്പോൾ അവളെ നോക്കുന്ന കാര്യത്തിൽ എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ ടെൻഷനുണ്ട്. സത്യം പറഞ്ഞ ടെൻഷനുണ്ട്. ആദ്യമായിട്ടാണ് ഒരു അപ്പനും അമ്മയും ആകുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറേയൊക്കെ എന്താ പറയുക കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. അപ്പം എന്തായാലും നന്നായിട്ടെല്ലാം ചെയ്യാൻ പറ്റും, നന്നായിട്ടെല്ലാം നോക്കാൻ പറ്റും തന്നെ വിചാരിക്കുന്നു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഈശോ ഞങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹവും പ്രാപ്തിയൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അവിടെ കിടപ്പുണ്ട് കേട്ടോ, അതിനകത്ത് കിടപ്പുണ്ട് അവൾ. ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് വലിച്ച് നീട്ടി ബോറടിപ്പിക്കുന്നില്ല. സോ ബൈ.